ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കിട്ടോ. ഇങ്ങനെയൊക്കെയാണ് വണ്ടിൻ്റെ ഒരു അവസ്ഥ. പൊടി കണ്ടില്ലേ, ഫുള്ള് പൊടിയാണ്. മൊത്തത്തിൽ പൊടിയാണ്. യാർഡിൽ നിന്ന് വണ്ടി എടുത്തു കഴിയാൽ ആദ്യം ചെക്ക് ചെയ്യേണ്ട കുറച്ച് സംഗതികളുണ്ട്. അപ്പോൾ അതാണ് ചെക്ക് ചെയ്യാൻ പോയി. ഇതിൻ്റെ ചുറ്റുഭാഗം നടന്നിട്ട് എവിടെയൊക്കെയാണ് സ്ക്രാച്ച് ഉണ്ട്, കാര്യങ്ങളുടെ എന്തൊക്കെയാണ് വർക്ക് ചെയ്യാത്തതൊക്കെ ആദ്യം കണ്ടെത്തുക. ക്യാമറക്ക് വർക്കിംഗ് ആണ്. വണ്ടിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ നോക്കുകയാണ്. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് ഇവിടെ അത് കുറച്ച് ചതഞ്ഞിട്ടുണ്ട്. ഇത് കുറേ ആദ്യം തന്നെ പോയിട്ടുണ്ട്. പിന്നെ അങ്ങനെ വരുമ്പം ഇവിടെ നിന്ന് വരച്ചിട്ടുണ്ട്. ഓൾറെഡി വരച്ചതാണ്. പിന്നെ അതേപോലെ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടുത്തെ ചെറിയ രീതിയിലൊക്കെ പെയിൻ്റൊക്കെ പോയിക്കണം. വലിയ പ്രശ്നം ഉണ്ടാവും ഞാൻ തോന്നുന്നുണ്ട്. പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഉള്ളിൽ അവസ്ഥ ഉണ്ടാവും. അല്ലോ ചേർത്ത് എടുക്കുന്നുണ്ട്. പിന്നെ ഈ സൈഡിലൂടെ ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ കാര്യമായിട്ട് വലിയ പ്രശ്നങ്ങളില്ല. പിന്നെ അവിടെ നിന്ന് എല്ലാം കൂറിയിട്ടുണ്ട് നമ്മളെ ഡീസൽ അടിക്കുന്ന ഏരിയയിൽ. അതേപോലെ ഇവിടെ നിന്ന് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. പിന്നെ അതേപോലെ ഈ ബോക്സിലുണ്ട് ചെറിയൊരു അടയാളം. ഇവിടെ അതേപോലെ വരച്ചിട്ടുണ്ട്. പെയിൻറ്റ് പോകുന്നുണ്ട്. അതേപോലെ ഇവിടെ ബാക്കിൽ പോയി ഇവിടെ ഒന്ന് സ്ക്രാച്ച് ആയിട്ടുണ്ട്. ഇവിടെ പിന്നെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ബെൻഡുണ്ട്. എന്താണ് പറയാ, ചെറിയൊരു സംഗതി ഗ്യാപ്പ് വന്നോളൂ. ഇങ്ങനെ വിട്ടണം, അത് ഒട്ടിച്ചായിരുന്നു. ഗ്ലാസ്സിന് വലിയ കുഴപ്പമില്ല തോന്നണം. ഈ ഗ്ലാസിൻ്റെ അവസ്ഥ ചെറിയൊരു ആട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല തോന്നണം. AC കൂളിങ് ഓക്കെയാണ്. അപ്പോൾ വണ്ടി നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഇതൊക്കെ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ തലയ്ക്ക് വരും. എന്തൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്ന അതൊക്കെ നമ്മൾ തലയ്ക്ക് വരും പിന്നീട് കൊണ്ടുപോയി വെക്കുമ്പോൾ. കാരണം ലെങ്ത്ത് കൂടുതലുള്ളതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ പേടിപ്പിക്കണതല്ല. അപ്പോൾ അവിടെ ഒരുപാട് വണ്ടികളാണ്. ഇപ്പോൾ വണ്ടി കയ്യിൽ കിട്ടി. ഒരുപാട് സംഗതികളൊക്കെ ഞങ്ങൾ നോക്കി. എല്ലാ ഭാഗവും ക്ലിയർ ആണെന്നൊക്കെ ചെക്ക് ചെയ്തു. പിന്നെ 2-3 ഫാൾട്ടുകളുണ്ട്. അതൊക്കെ വർക്ക്ഷോപ്പ് കൊണ്ടുപോയി നന്നാക്കി. ഇത് ഞങ്ങളിങ്ങനെ ജസ്റ്റ് ട്രയൽ നോക്കുകയാണ് വണ്ടി ഓടിച്ചില്ലാണ്ട്. ഞാൻ 2-3 റൗണ്ട് ഓടിച്ചു. ഇപ്പോൾ സാലി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. സാലി എന്ന് പറഞ്ഞാൽ എൻ്റെ പാർട്ണറാട്ടോ. ഞങ്ങൾ 2 ആൾക്കാരായിരിക്കും ഈ വണ്ടിയിലുള്ളത്. ഒരാൾ 12 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ അടുത്ത ആൾ 12 മണിക്കൂർ, അങ്ങനെയാണ് ഓടിക്കുക. അതായത് വണ്ടി കണ്ടിന്യൂ ആയിട്ട് ഓടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടിയൊക്കെ ക്ലിയർ ആയി. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് സർവീസ് ചെയ്യാനുള്ളത്. വണ്ടി സർവീസിന് കൊണ്ടുപോയിട്ട് കൊടുക്കണം. ഇതിൽ ഒരുപാട് പൊടികളുണ്ട്, അതൊക്കെ ക്ലീൻ ആക്കണം. ആദ്യം സർവീസിന് കൊണ്ടുപോയിട്ട് അതിന് വണ്ടി ഒന്ന് വൃത്തിയാവും. പിന്നീട് നമുക്ക് ഇതിൽ ഇരിക്കാനൊക്കെ പറ്റും. പിന്നെ മേത്തൊക്കെ നിറച്ച് പൊടിയാണ്. നമ്മുടെ ഡ്രസ്സ് ഫുള്ള് പൊടിയാണ്. അതേപോലെ റിവേഴ്സ് ക്യാമറ വർക്കിംഗ് ഇല്ല. അതാണ് ഇപ്പോൾ ഇതിൽ വലിയൊരു പ്രശ്നം. വണ്ടി കുറച്ച് നമ്മുടെ നാട്ടിലേക്കാളും കുറച്ചുകൂടി ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ റിവേഴ്സ് ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ച് പോവുകയാണ്. വണ്ടിയുടെ അവസ്ഥ കണ്ടില്ലേ, വീണ്ടും കാണിച്ചു തരാം. ഒരുപാട് സ്വിച്ചുകളുണ്ട് ഇവിടെ. ഇവിടെയും കുറേ സ്വിച്ചുകളുണ്ട്. അപ്പോൾ ഇതാണ് വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഓടിക്കുന്നത്. ഇപ്പം ന്യൂട്രൽ കിടക്കുന്നത്. മുന്നോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ ഇതാ ഡ്രൈവ് നിൽക്കുക, ബാക്കോട്ടാണെങ്കിൽ റിവേഴ്സ്. പിന്നെ ഹാൻഡ് ബ്രേക്ക്. നമുക്ക് ആകെ ശ്രദ്ധിക്കേണ്ട കുറച്ച് സംഗതികൾ മാത്രം. പിന്നെ 3 ഡോറിൻ്റെ സ്വിച്ച് ഇതാണ്. ഇതാണ്. ഇത് നിൽക്കിയാൽ അടിക്ക് നിൽക്കിയാൽ ഡോർ ഓപ്പണായി. അതേപോലെ മേലോട്ട് നിൽക്കിയാൽ ഡോറ് ക്ലോസ് ആയി. അത് 3 ഡോറുണ്ട്. ആ 3 ഡോറിൻ്റെ സ്വിച്ച്. പിന്നെ അതേപോലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. പിന്നെ 4 ക്യാമറ ഉണ്ട് വണ്ടിയിൽ. അതായത് 3 ഡോറിൻ്റെ അടുത്തും ക്യാമറ ഉണ്ട്. അതേപോലെ 1 ഫ്രണ്ടുക്കും ഉണ്ട്. പിന്നെന്താ, AC-ൻ്റെ സ്വിച്ചാണിത്. AC ഓണൊക്കെ ഓഫാക്കുക. സിമ്പിളാണ്, വേറെ പരിപാടികളൊന്നുമില്ല. പിന്നെ ജസ്റ്റ് ഓടിച്ച് പോയാൽ മതി. വണ്ടി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഗിയർ മാറ്റാനോ ഒന്നുമില്ല, സിമ്പിളാണ്. അപ്പോൾ നാളൊക്കെ ആയിട്ട് നമ്മൾ മക്കത്തേക്ക് പോകും. ഇവിടുന്ന് ഈ വണ്ടിയും കൊണ്ട് നേരെ മക്കത്തേക്ക് പോകും. അവിടെ ആയിരിക്കും ഈ റൂം ഉണ്ടാവുക. ആ റൂമിൽ ഒക്കെ സെറ്റ് ആയതിനു ശേഷം പിന്നെ അവിടുന്ന് നമ്മൾ റൂട്ട് എങ്ങോട്ടാന്നുള്ളതൊക്കെ അവർ പറഞ്ഞു തരും. അപ്പോൾ നാളെ മുതൽ നമ്മൾ ജോലി സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഹജ്ജാജികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഹജ്ജാജികളെയും കൊണ്ട് അങ്ങോട്ട് പോവുക. എവിടെയാണ് ഇവർ തരുന്ന റൂട്ട്, അവിടെ മുതൽ മക്ക ഹറമിൻ്റെ തൊട്ടടുത്ത് വരെ അവരെ ഇറക്കി കൊടുക്കുക. ഹറമിൻ്റെ അവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് എവിടെയാണ് തിന്നിട്ടുള്ള സ്ഥലം അവിടെ വരെ തിരിച്ചിങ്ങോട്ട് ഇറക്കി കൊടുക്കുക. അതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഷട്ടിൽ സർവീസാണ്. അങ്ങോട്ട് പോവുക, അങ്ങോട്ട് വരിക, അങ്ങോട്ട് പോവുക, അങ്ങോട്ട്. അപ്പോൾ അതാണ് സർവീസ് സ്റ്റേഷന്. ഇത്രയും വണ്ടികൾ സർവീസ് ചെയ്യാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. നമ്മൾ പോലെ ബാക്കിൽ നിൽക്കുകയാണ്. നമ്മളൊരാൾ ഡ്രൈവർ മാത്രമേ വണ്ടിയിൽ ഉണ്ടാവുള്ളൂ. റിവേഴ്സൊക്കെ വെക്കണമെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ
കുറച്ച് റിസ്ക് ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ, പിന്നീടാണ് ശീലമായിക്കോളെന്ന് വിചാരിക്കണം ഇൻഷാ അല്ലാ. എല്ലാ വണ്ടികളും ഒരുപാട് കംപ്ലൈൻറ്റ് ഉണ്ട്, തട്ടലും മുട്ടലും നടന്നതിൻ്റെ ഒരുപാട് തെളിവുകൾ എല്ലാ വണ്ടികളുണ്ട്. ഒരുപാട് വണ്ടികൾ വരുതി പോയിട്ടുണ്ട്. വലിയ അപകടങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ മുന്നോട്ട് പോയി കിട്ടിയാൽ മതി. നന്നായിട്ട് ക്ലീനിങ്ങിന് വേണ്ടി വാട്ടർ സർവീസിന് വേണ്ടി കൊണ്ടുവന്നിട്ടാണ്. ഇപ്പോൾ ഉള്ളമായിട്ട് ക്ലീൻ ആക്കുന്നുണ്ട്, നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കഴുകേണ്ട ഉൾഭാഗം. അതേപോലെ ബോഡി നന്നായിട്ട് കഴുകുന്ന സിസ്റ്റം കണ്ടില്ലേ, നമ്മളെ വണ്ടി അതിൻ്റെ ഉള്ളിൽ കയറ്റിട്ടാൽ മതി, ഓട്ടോമാറ്റിക് ഫുള്ളായിട്ട് കഴുകി വരും. അപ്പോൾ കേട്ടോ നമ്മളെ വണ്ടി ക്ലീനിങ് തുടങ്ങിയ സംഗതികൾ ഇങ്ങനെ കറങ്ങണ്ട. ഇതിലൂടെ വെള്ളം ഇട്ടുണ്ടോ ഞങ്ങൾ അവസാനത്തെ ദിവസമാണ് ഇവിടെ ഇൻഷാ അല്ലാ. അന്ന് വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് ഞങ്ങൾ നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. എല്ലാവരും നെയ്ച്ചോറ് ഉണ്ടാക്കേണ്ട പണിപ്പുരയിലാണ്. ഇന്ന് നാളെ ആയിട്ട് ഇവിടുത്തെ ഡ്യൂട്ടി കഴിയും. നമ്മളിപ്പം കൂടണ നല്ല ചിക്കൻ ഉണ്ട്, നെയ്ച്ചോറുണ്ട്, കൂടിയാലോ? ശേഷം നെയ്ച്ചോറ് ദമ്മിടാൻ പോവാണ്. കറിയും ഏകദേശമായിട്ടുണ്ട്. എന്തോ ഒറ്റയ്ക്ക് ഇരുന്നുണ്ടാക്കണത്, നിങ്ങൾക്ക് പാർട്ണർമാരാരില്ലേ? മുട്ട റോസ്റ്റ് ആണല്ലോ. ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ രസം എന്താണെന്ന് ചോദിച്ചാൽ മിസ്ത്രികളുണ്ട്, മലയാളികളുണ്ട്, ഹിന്ദിക്കാരുണ്ട്, പിന്നെ ഇന്തോനേഷ്യക്കാരുണ്ട്, സുഡാനികളുണ്ട്, പിന്നെ വേറെ ഉള്ളത് അങ്ങനെ കുറച്ച് ഒരുപാട് രാജ്യങ്ങളിലുള്ള ആളുകളായിട്ട് ഫുള്ള് കുക്ക് ചെയ്യുന്നുണ്ട്. നല്ല രസമാണ്. ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും, ഒരുപാട് സ്മെല്ല് ആസ്വദിക്കാൻ പറ്റും. വെറൈറ്റി ഫുഡുകൾ ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ട് ആസ്വദിക്കുകയായിരുന്നു. എല്ലാവരും എളുപ്പത്തിൽ എങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നോക്കുന്നത്. നെയ്ച്ചോറിന് പപ്പടമില്ല കഴിഞ്ഞാൽ എങ്ങനെ ഇറങ്ങാം. അതോടെ പപ്പടം പൊരിച്ചു, നെയ്ച്ചോറും ചിക്കൻ കറിയും അധികം ഒന്ന് വിളമ്പി ഞങ്ങൾ കഴിക്കും. അതേപോലെ ഉള്ളി സുറുക്കുണ്ട് കേട്ടോ, പപ്പടം, അടികറി. നമ്മൾ സൗദിന്ന് പോകുമ്പോ നമ്മളെ സിനിമ എടുക്കൂട്ടോ, സിനിമ എടുത്തു പറഞ്ഞാൽ ആണ് പൊന്തിച്ചാടുകളെ പാത്രം മതി. ഞാനിവിടെ ചോറ് വെച്ചിട്ടാ